നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യം പത്മഭൂഷണം നൽകി ആദരിച്ച വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാടിന്റെ താളിയോലശേഖരം ഗവേഷകർക്ക് ലഭ്യമാക്കുന്നതിന് സംസ്കൃത സർവകലാശാല ഏറ്റെടുത്തു. KSRTC ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നും ബാംഗ്ലൂരിലേക്കും തിരിച്ചും ബസ് സർവീസ് ആരംഭിച്ചു. കുടിവെള്ളം, കൃഷി, ആരോഗ്യം, പൊതുശ്മശാനം, കളിസ്ഥലം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റ് അങ്കമാലി നഗരസഭയിൽ അവതരിപ്പിച്ചു. അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച 6 അന്തർദേശീയ ലാബുകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യം പത്മഭൂഷണം നൽകി ആദരിച്ച വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാടിന്റെ താളിയോലശേഖരം ഗവേഷകർക്ക് ലഭ്യമാക്കുന്നതിന് സംസ്കൃത സർവകലാശാല ഏറ്റെടുത്തു. ചാലക്കുടിയിലെ രാജവിഹാരത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ആലു ഷിബു ഗ്രന്ഥശേഖരം സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരിക്ക് കൈമാറി. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവി ശക്തിഭദ്രൻ രചിച്ച ഐശ്വര്യ ചൂടാമണി, കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം, വാസുദേവ കവിയുടെ യുധിഷ്ഠിര വിജയം, മാതംഗലീല എന്ന ഗജശാസ്ത്രം, അഷ്ടാംഗ ഹൃദയത്തിന് ഇന്ദു രചിച്ച ശശിലേഖ എന്ന വ്യാഖ്യാനം തുടങ്ങി 30ഓളം ഗ്രന്ഥങ്ങളാണ് ശേഖരത്തിൽ. കുടുംബത്തിന്റെ ഈ സംരംഭം തികച്ചും മാതൃകാപരമാണെന്ന് ആലി ഷിബു അഭിപ്രായപ്പെട്ടു. ഈ ഹസ്തലിഖിത ശേഖരം വേണ്ടതുപോലെ സംരക്ഷിച്ച് ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ഗീതാകുമാരി വാഗ്ദാനം ചെയ്തു. ചടങ്ങിൽ വാർഡ് കൌൺസിലർമാർ KB ഉണ്ണികൃഷ്ണൻ, VJ ജോജി, മേഴ്സി ടീച്ചർ, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിൽസൺ കല്ലൻ, മുൻ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ CC ബാബു എന്നിവർ സംബന്ധിച്ചു. ഭാരതത്തിന്റെ ജ്ഞാനപരമ്പരയിൽ ഉൾപ്പെടുന്ന ആയുർവേദം എന്ന് പറയുന്ന മഹാശാസ്ത്രം കേരളം അത് തനതായി സൂക്ഷിക്കുകയും കേരളത്തിന്റെ പുതിയ പുതിയ നൂതനമായ പരീക്ഷണങ്ങളിലൂടെ പഞ്ചകർമ്മ ചികിത്സയിലൂടെ ഡെവലപ്പ് ചെയ്ത കേരളത്തിന്റെ എല്ലാ മക്കൾക്കും അത് വളരെ നന്മയുടെ വഴിയായി കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു മഹാവിദുഷിയായ മഹാപാണ്ഡിത്യത്തോടു കൂടിയിട്ടുള്ള ഒരു മഹാനുഭാവനായിട്ടുള്ള പത്മഭൂഷൺ പോലെയുള്ള സമാദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ള രാഘവൻ തിരുമുൽപ്പാട് എന്ന് പറയുന്ന ഒരു ദൈവിക വ്യക്തി, അദ്ദേഹത്തിൻ്റെ താളിയോലകൾ യൂണിവേഴ്സിറ്റി കൈപ്പറ്റുന്നു എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് വലിയ അഭിമാന മുഹൂർത്തമാണ്. നമുക്കറിയാം, നമ്മളുടെ പുരാതനമായ സംസ്കാരത്തിൽ വരുന്ന സ്വർണത്തിൽ എഴുതുന്ന രീതിയുണ്ട്, ചെമ്പിൽ എഴുതുന്ന, വെള്ളിയിൽ എഴുതുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിൽ വളരെ ചീപ്പായി കിട്ടുന്ന, എല്ലാവർക്കും എന്താ പറയുക, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ പനയുടെ ഓലയിൽ അതിനെ സംസ്കരിച്ചെടുത്ത് അപ്പം എല്ലാവർക്കും അത് എഴുതാനും പഠിക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. സ്വർണം, വെള്ളി എന്നൊക്കെ പറയുമ്പോൾ അന്ന് കാലത്തും ഇന്നത്തെ പോലെ അന്ന് എന്താണോ അതിന് മൂല്യം, അന്ന് അത് വഹിക്കാൻ പറ്റാത്ത ആളുകളായിരുന്നു അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് വളരെ അധികമായി കിട്ടുന്ന ഈ താളിയോലകളിൽ എഴുതി നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ അറിവിനെ സൂക്ഷിച്ചു വെച്ച ഒരു പഴയ തലമുറയെ. KSRTC ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നും ബാംഗ്ലൂരുവിലേക്കും തിരിച്ചും ബസ് സർവീസ് ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. നഗരസഭ ചെയർപേഴ്സൺ ആലി ഷിബു അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ KV പോൾ, ATO കൺട്രോളിംഗ് ഇൻസ്പെക്ടർ CK ഷാജു, ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. ബാംഗ്ലൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവരുടെയും സൗകര്യാർത്ഥം ആഴ്ചയിലെ അവസാന ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത്. ബാംഗ്ലൂർക്ക് സിറ്റി, സൂപ്പർ ഡീലക്സ് എന്നിവിടെ നിന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഗതാഗതത്തിന് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സമയത്ത് തന്നെയാണ്. പരീക്ഷാകാലം കഴിഞ്ഞ് വെക്കേഷൻ സമയങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും. ചാലക്കുടി
KSRTC ഡെപ്പോ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കെട്ടിടം സൗകര്യങ്ങളോടുകൂടി നിർമ്മാണത്തിന് നമുക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ നിരവധി സർവീസുകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് 3 സർവീസുകളാണ് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അനുവദിച്ചത്. അതിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം നമുക്കറിയാം, എല്ലാ ദിവസവും നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് നിരവധി ആളുകളാണ് ബാംഗ്ലൂർക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ, ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഇവിടെ നിന്ന് അച്ഛനോട് പറയും. ആലിച്ചേച്ചി പറഞ്ഞു, ആലിച്ചേച്ചിയോട് പറഞ്ഞത് ഞാൻ വെച്ച് കൊടുക്കട്ടാ. അതൊരു പുള്ളിക്ക് വേണ്ടി പോവില്ല. ശ്രീരാമവിലാസം ചവളാർ സൊസൈറ്റി മേഖലാ സമ്മേളനം മാർച്ച് 1 ഞായറാഴ്ച കൊരട്ടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് MP ബെന്നി ബെഹ്നാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA, രാഷ്ട്രീയ നേതാക്കളായ PK ചന്ദ്രശേഖരൻ, CC വിപിൻ ചന്ദ്രൻ, ഭഗേഷ് പൂരാടൻ, ഡെന്നീസ് K ആന്റണി, KA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചവളക്കാരൻ സമുദായ അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിക്കും. മാധ്യമപ്രവർത്തന രംഗത്ത് 4 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയ മുൻ സംസ്ഥാന സെക്രട്ടറി ലാലുമോൻ ചാലക്കുടിയെയും ആദരിക്കും. സംസ്ഥാന പ്രസിഡന്റ് PK അശോകൻ അധ്യക്ഷത വഹിക്കും. സംഘടനയുടെ ഏറ്റവും പ്രധാന ആവശ്യമായ ചവളക്കാരൻ സമുദായത്തെ പൂർണ്ണ OEC പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ സഹായം നൽകുന്നവർക്ക് വോട്ട് എന്ന സംസ്ഥാന കൌൺസിൽ തീരുമാനത്തിന് അനുബന്ധമായാണ് ഈ മേഖലാ സമ്മേളനം നടത്തുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനീഷ് കുമാരൻ, സ്വാഗത സംഘം കൺവീനർ ബാബു കോട്ടമറ്റം, സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ KR സജീവ്, യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് സനൂപ് രാഘവൻ, വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് സരള സുരേഷ് എന്നിവർ പങ്കെടുത്തു. മേഖലാ സമ്മേളനം ഈ വരുന്ന 1-ാം തീയതി ഞായറാഴ്ച കൊരട്ടി പോളിടെക്നിക്കിൽ KK മോഹനൻ നഗറിൽ നടക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ MP ശ്രീ ബെന്നി ബെഹ്നാൻ അവர்களാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചവള സൊസൈറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള, കഴിഞ്ഞ കൗൺസിൽ തീരുമാനവുമായി പ്രഖ്യാപിച്ചിട്ടുള്ള പൂർണ്ണ OEC ആനുകൂല്യം നൽകാൻ തയ്യാറാവുന്നവർക്ക് വോട്ട് എന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ ചവളക്കാരൻ സമുദായ അംഗങ്ങളെയും, മധ്യമേഖലയിലുള്ള മുഴുവൻ ചവളക്കാരൻ സമുദായ അംഗങ്ങളെയും ആദരിക്കുകയും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തന രംഗത്ത് ഞങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ലാലുമോൻ ചാലക്കുടിയെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി കുടിവെള്ളം, കൃഷി, ആരോഗ്യം, പൊതുശ്മശാനം, കളിസ്ഥലം തുടങ്ങിയവയ്ക്കൊന്നും നൽകുന്ന ബജറ്റ് അങ്കമാലി നഗരസഭയിൽ അവതരിപ്പിച്ചു. നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വിൽസൺ മൊണ്ടാനാണ് 2026-27 വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നഗരസഭ ചെയർപേഴ്സൺ റീത്ത പോൾ യോഗത്തിൽ അധ്യക്ഷയായി. സ്ഥിരസമിതി അധ്യക്ഷയായി മിനി കൃഷ്ണൻകുട്ടി, വർഗീസ് വെമ്പിളിയത്ത്, ലെക്സി ജോയ്, ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ, വിനീത ദിലീപ്, പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KS ഷാജി, റിസോഴ്സ് പേഴ്സൺ P ശശി, വാർഡ് കൌൺസിലർമാർ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. UP യാത്രപത്രികകൾക്കായി മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. വനിതാ ഘടകപദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സ്വയം പരിശീലന പരിപാടികൾക്കായി 15 ലക്ഷം രൂപ വകയിരുത്തുന്നു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വികസന പദ്ധതികൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി നമ്മുടെ കൃഷിഭൂമി ഏറെ നഷ്ടപ്പെട്ടിട്ടുള്ളത് വാസ്തവമാണ്. അങ്കമാലി ഇപ്പോഴും കാർഷിക മേഖലയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. തരിശായി കിടക്കുന്ന കൃഷിഭൂമികൾ പരമാവധി കൃഷിക്കായി ഉപയോഗപ്പെടുത്താനും തരിശ് രഹിത നഗരസഭ എന്ന ലക്ഷ്യം കൈവരിക്കുകയും വേണം. കൃഷിയെ സഹായിക്കുന്നവർക്ക് നഷ്ടം സഹിച്ച് കൃഷി നടത്തിക്കൊണ്ടു പോകാനുള്ള വിജയകരമായി പൂർത്തീകരിച്ച് അങ്കമാലി നഗരസഭ
അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൂമ്പാക്കോട് സെന്റ് ജോർജ് യു.പി. സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർത്ത് മാതൃസംഗമ ദിനവും മാർച്ച് 3 ചൊവ്വാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5:30 സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ ഫാദർ ജിജോ മേനോത്ത് അധ്യക്ഷനാകും. ഇരിയാലക്കുട രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി മാനേജർ ഫാദർ സിജോ ഇരുമ്പൻ അധ്യക്ഷനാകും. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ജോസഫ് മാഡോന ശതാബ്ദി ലോഗോയുടെ പ്രകാശനവും പേര് നിർദ്ദേശിക്കലും നിർവഹിക്കും. ചാലക്കുടി AEO PB നിഷ എൻഡോമെന്റ് വിതരണം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ഡാർലി പോൾസൺ സമ്മാന വിതരണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ വിനയൻ പാഠ്യേതര രംഗത്ത് മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ VM ടെൻസൻ, MC വിഷ്ണു, ഗ്രാമപഞ്ചായത്ത് അംഗം ML ജോസഫ്, ചാലക്കുടി BPC ലിജോ ജോസ്, PTA പ്രസിഡന്റ് KV ബിജു തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപിക റാണി ജോൺ, PTA പ്രസിഡന്റ് KV ബിജു, ശതാബ്ദി ആഘോഷ ജനറൽ കൺവീനർ സേവ്യർ കല്ലേലി, സോവനിയർ കൺവീനർ KJ തോമസ്, അധ്യാപിക TJ ജെബ്സി എന്നിവർ പങ്കെടുത്തു. കുറച്ചും കൂടി നല്ല രീതിയിൽ നടത്തണം. ഒന്ന് രണ്ട് കാര്യം അതിലിപ്പോൾ ഈ തവണ നമ്മൾ നല്ലൊരു ശുചിമുറി ശൗചാലയം പണിയാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഈ 99 വർഷങ്ങൾക്ക് മുന്നോടിയായിട്ട് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ടെൻഡർ വിളിച്ചു, നടപടികൾ പൂർത്തീകരിച്ചു, തുടങ്ങാൻ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു അടുക്കളയുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് സെന്റ് ജോർജസ് UPS വേളൂക്കര. സാധാരണയായിട്ട് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന നിലയിലാണ് ഇരിഞ്ഞാലക്കുട കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളും ആരംഭിച്ചത്. പക്ഷെ നമ്മുടെ വിദ്യാലയം അന്ന് പള്ളി വരുന്നതിന് മുമ്പേ ആരംഭിച്ചൊരു വിദ്യാലയമാണ്. 1927 നമ്മുടെ മാതൃവിദ്യാലയമായിട്ട് അറിയപ്പെടുന്നത് പരിയാരം സെന്റ് ജോർജസ് ഹൈസ്കൂളാണ്. അപ്പോൾ ആദ്യം പള്ളി വരുന്നതിന് മുമ്പാണ് നമ്മുടെ വിദ്യാലയം ആരംഭിച്ചത്. 1927 ആരംഭിച്ച വിദ്യാലയത്തിൻ്റെ ശതാബ്ദിയിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ വരുന്ന മാർച്ച് 3 വൈകിട്ട് 5:30 ബഹുമാനപ്പെട്ട MLA ശ്രീ സനീഷ് കുമാർ ജോസഫാണ് നമ്മുടെ ശതാബ്ദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. അതോടൊപ്പം സീനിയർ ആർട്ടിസ്റ്റായ സാജു നവോദയം മുഖ്യാതിഥിയായി അവിടെ എത്തിച്ചേരുന്നു. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുടെ കോർപ്പറേറ്റ് മാനേജറും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അധ്യാപകരും അടങ്ങുന്ന ഒരു വലിയ കൂട്ടത്തോടു കൂടിയാണ് ഞങ്ങൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക്. അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച 6 അന്തർദേശീയ ലാബുകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റോജി M. ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ഫെഡറൽ ബാങ്ക് ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ N. രാജനാരായണൻ, ഫിസാറ്റ് ചെയർമാൻ PR ഷിമിത്ത്, ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രസിഡന്റ് ഡോക്ടർ പ്രതാപ് സിംഗ് ദേശായി, മൂക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് JR രാധാകൃഷ്ണൻ, ഫിസാറ്റ് വൈസ് ചെയർമാൻ സച്ചിൻ ജേക്കബ് പോൾ, ട്രഷറർ ജെനി ജെ കാച്ചപ്പള്ളി, എത്തനോൾ ടെക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കിരൺ രാജന്ന തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ സംരംഭകത്വ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ ബാംഗ്ലൂരു എത്തനോ അക്കാദമിയും ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഓട്ടോഡെസ്ക്, VLSI, AR, VR, നൈഡർ തുടങ്ങിയ അന്തർദേശീയ കമ്പനികളുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള ലാബുകളാണ് ഫിസാറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. 7 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലാബുകളിൽ നൂതന സാങ്കേതിക വിദ്യകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിന് സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഫിസാറ്റിലെ വിദ്യാർത്ഥികൾക്ക് ഓരോ സെമസ്റ്ററിലും ഓരോ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകൾ വീതം ലഭിക്കും. BTech പൂർത്തിയാകുമ്പോൾ 7 അന്തർദേശീയ സർട്ടിഫിക്കറ്റുകളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഇതുവഴി രാജ്യാന്തര കമ്പനികളിൽ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് വഴിയൊരുക്കും. ഇനിഷ്യേറ്റീവ് ഓഫ് ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ The felicitation addresses will be delivered by Sri to give back to society with a non-profit motive. As students to acquire international certifications and prepare them for from labs to the library and the library to playground. Creation of the Center for Future Skills marks another milestone in our journey. Full gratitude to all dignitaries, partners and well-wishers who have supported us. I would also like to request our Honorable Chairman, Shimit Pia, to join the felicitation.
Namaskaram to all. It is an absolute privilege and honor to be here today at this is our demographic dividend, for which special focus has been given in this year's budget, which very unfortunate that such places like Kerala could not understand the purpose of a budget and the essence of a budget and how it was going to cuddle the life of the future of the country, that is you. You should be celebrating this. ഞാനിവിടെ ആകെ കണ്ട ഒരു കുറവെന്ന് ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങളുടെ ഒരു നിങ്ങളെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഫിസാറ്റ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രേഡ് യൂണിയൻ നടത്തുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം നിങ്ങളെയാണ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആഘോഷം ഇവിടെ തെളിവായി കേൾക്കുന്നില്ല എന്നുള്ളത് ഒരു ചെറിയ വിഷമം തന്നെയാണ്. മേലൂർ പൂലാനി എടത്രക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്തരംപാട്ടും വിളക്കും മാർച്ച് 2 തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായി ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് പ്രസാദശുദ്ധി, രക്ഷോഘ്ന ഹോമം, വസ്തുഹോമം, വാസ്തുകലശം, വാസ്തുബലി എന്നിവയുണ്ടാകും. സന്ധ്യയ്ക്ക് ദീപക്കാഴ്ച, തുടർന്ന് കൈക്കുട്ടിക്കളി ഉണ്ടാകും. ചൊവ്വാഴ്ച രാവിലെ ബിംബശുദ്ധി ക്രിയകൾ, ചതുർശുദ്ധി ധാര, കലശാഭിഷേകം, വൈകിട്ട് ക്ഷേത്ര ചടങ്ങുകൾ, കൈക്കുട്ടിക്കളി, ശിവതാണ്ഡവം, കാവടി, ആതിരനിലാവ്, ഫോക്ലോർ അവാർഡ് ജേതാവ് മനോജ് കലിക്കലിന് ആദരവ് എന്നിവയുണ്ടാകും. ബുധനാഴ്ച രാവിലെ 4-ന് നട തുറപ്പ്, 4:30 മുതൽ പറനിറക്കൽ, ബ്രാഹ്മണിപ്പാട്ട്, അന്നദാനം, ഉച്ചതിരിഞ്ഞ് 4-ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കാഴ്ചശീവേലി, വൈകിട്ട് 7:30 മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലിവരവ്, മുടിയാട്ടം, സാമ്പവ നൃത്തം, കാളകളി തുടങ്ങിയ അനുഷ്ഠാന കലകൾ അരങ്ങേറും. പുലർച്ചെ വിത്തളവോടെ ആഘോഷങ്ങൾ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി എസ് മഞ്ജുരാജ്, പ്രസിഡന്റ് NV സുരേഷ്, സെക്രട്ടറി B ശിവദാസ്, കൺവീനർ PR പ്രദീപ്, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ SS ജയകുമാർ എന്നിവർ പങ്കെടുത്തു. മഹിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1800 കാലഘട്ടത്തിലാണ് ക്ഷേത്രം ആരംഭിക്കുന്നതാണെന്ന് ഞങ്ങളുടെ കണ്ടെത്തൽ. എന്നാൽ നൂറ്റാണ്ടിന് പഴക്കമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പരമ്പരാഗതമായി പറയുന്ന കാര്യങ്ങൾ മേലാളന്മാരും ആചാര്യവിഭാഗത്തിൽപ്പെട്ടവരും തമ്മിലുള്ള അഭിവൃദ്ധിയ ബന്ധവും ഒരു നവോത്ഥാന കാലഘട്ടത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ക്ഷേത്രമാണ് ശ്രീ എടത്രക്കാവ് ഭഗവതി ക്ഷേത്രം. കൊച്ചി രാജാവ് കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് താമസിക്കുകയും റെസ്റ്റ് എടുക്കുകയും കടവ് കടന്ന് വരുന്ന സമയത്ത് തൊഴാൻ വരികയും ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ വന്നിരുന്നത്. ചാലക്കുടിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 1-ന് ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് ചാലക്കുടി നോർത്ത് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നത്. റിട്ടയർഡ് ജില്ലാ ജഡ്ജി P മാധവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണാശ്രമം ആചാര്യൻ സ്വാമി ദേവ ചൈതന്യന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തും. പൊതുസമ്മേളനം, കലാസന്ധ്യ, മേളം, വീരനാട്യ നൃത്യം, നാരായണീയം, ആമുഖ അവതരണം എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രതീഷ് കുമാർ മുല്ലശ്ശേരി, ശ്രീജിത്ത് വ്യാസപുരം, VP സഞ്ജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് ശിവപുരം കരുമല ചേതിലപ്പോയിൽ വീട്ടിൽ 20 വയസ്സുള്ള രുദ്രാക്ഷാണ് അറസ്റ്റിലായത്. ചാലക്കുടി സൗത്ത് ജംഗ്ഷന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. ലഹരിമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI അജ്ജലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് വലയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെടുത്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജ്ജൽ, ASI ജിബി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ടോൾ ബൂത്തിൽ പുറകിലേക്കെടുത്ത ടൈലർ ദേഹത്ത് കയറി ടോൾ കമ്പനി ജീവനക്കാരൻ മരിച്ചു. ആണൂർ താണിപ്പാറ സ്വദേശി പാട്ടത്ത് വീട്ടിൽ 58 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. ഹരിയാന സ്വദേശിയായ ട്രെയിലർ ഡ്രൈവറുടെ പേരിൽ അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് കേസെടുത്തു. തൃശൂർ ഭാഗത്തേക്കുള്ള 4ാമത്തെ ടോൾ ബൂത്തിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഫാസ്ടാഗിൽ പണമില്ലാതെ ബൂത്തിൽ കയറിയ ടോറസ് ലോറി ട്രാക്കിൽ നിന്ന് മാറ്റുന്നതിന് പിന്നിലുണ്ടായിരുന്ന ട്രെയിലർ പുറകിലേക്കെടുത്തപ്പോഴാണ് മണികണ്ഠനെ ഇടിച്ചത്. ട്രാക്കിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുകയായിരുന്ന മണികണ്ഠൻ പിന്നിൽ നിന്ന് ലോറി വന്നത് അറിഞ്ഞില്ല. ട്രെയിലർ വേഗത്തിൽ പുറകിലേക്കെടുത്തതാണ്
അപകട കാരണമെന്നും പറയുന്നു. ലോറി ഇടിച്ചു വീണ മണികണ്ഠന്റെ ദേഹത്തുകൂടി ചക്രങ്ങൾ കയറിയിറങ്ങി. ഉടനെ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം പത്മഭൂഷണം നൽകി ആദരിച്ച വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാടിന്റെ താളയോല ശേഖരം ഗവേഷകർക്ക് ലഭ്യമാക്കുന്നതിന് സംസ്കൃത സർവകലാശാല ഏറ്റെടുത്തു. KSRTC ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നും ബാംഗ്ലൂരിലേക്കും തിരിച്ചും ബസ് സർവീസ് ആരംഭിച്ചു. കുടിവെള്ളം, കൃഷി, ആരോഗ്യം, പൊതുശ്മശാനം, കളിസ്ഥലം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റ് അങ്കമാലി നഗരസഭയിൽ അവതരിപ്പിച്ചു. അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച 6 അന്തർദേശീയ ലാബുകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.